നോമ്പിൽ ഇന്നത്തെ ധ്യാനം അർപ്പണം എന്ന വിഷയത്തെ ആധാരമാക്കി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മെ തന്നെ സമ്പൂർണമായി നൽകി പങ്കു ചേർക്കുന്നതാണ് അർപ്പണം. അത് ജീവനെയും താലന്തുകളെയും ലാഭേച്ഛ കൂടാതെ പങ്കുവെക്കുന്ന അനുഭവമാണ്. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് കാഴ്ചയർപ്പിക്കുമ്പോൾ വിധവയായൊരു സ്ത്രീ തൻ്റെ ഉപജീവനം മുഴുവനും ഈ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയാണ്. പലപ്പോഴും മിച്ചമുള്ള അഥവാ ലാഭത്തിൽ നിന്നുമാണ് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി നാം നൽകുന്നത്. എന്നാൽ യേശു ഇവിടെ നമ്മുടെ മുൻപിൽ വെക്കുന്ന വെല്ലുവിളി മിച്ചത്തിൽ നിന്ന് നൽകാതെ മെച്ചമായത് നൽകുവാനാണ്. ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ എന്തെങ്കിലും കുറുക്കുവഴികളോ മിച്ചമായ ലാഭപദ്ധതികളോ യേശു സ്വീകരിച്ചില്ല. മറിച്ച് മെച്ചമായ തൻ്റെ ജീവനെ തന്നെ അവൻ നൽകി ലോകത്തെ വീണ്ടെടുത്തു. ഈ ലോകത്തിൻ്റെ നന്മയിലേക്കുള്ള വളർച്ചയിൽ നമ്മുടെ മെച്ചമായ വിഭവങ്ങളെ പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കണം. വർഷങ്ങൾക്ക് മുൻപ് മാരാമൺ കൺവെൻഷനിൽ വടക്കേ ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായ സഹായം ലഭിക്കുവാൻ സ്തോത്രകാഴ്ച സ്വീകരിക്കുകയാണ്. എല്ലാവരും സ്തോത്രകാഴ്ച സമർപ്പിക്കുന്ന വേളയിൽ ഒരു വയോധികൻ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണം മുഴുവൻ സ്തോത്രകാഴ്ച സഞ്ചിയിൽ സമർപ്പിക്കുകയുണ്ടായി. സ്തോത്രകാഴ്ച സ്വീകരിക്കുവാൻ നിയോഗിതനായിരുന്ന ഒരു വോളണ്ടിയർ ഈ അപ്പച്ചൻ ഇപ്രകാരം ചെയ്യുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, പോക്കറ്റിലുള്ള പണം മൊത്തം സ്തോത്രകാഴ്ചയിട്ടാൽ അപ്പച്ചൻ തിരികെ എങ്ങനെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും? അപ്പച്ചൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ദൈവത്തിൻ്റെ വേല ആദ്യം നടക്കട്ടെ, ഞാൻ തിരികെ നടന്നു പോയിക്കൊള്ളാം. സഭാമക്കളുടെ മെച്ചവും നിർലോഭവുമായ കാഴ്ചയർപ്പണമാണ് മാർത്തോമാ സഭയുടെ ദൈവരാജ്യ ശുശ്രൂഷയെ ഇതുവരെയും നിലനിർത്തിയ അവിഭാജ്യ ഘടകം. ദൈവരാജ്യ ശുശ്രൂഷ അനുഗ്രഹീതമായി തീരുന്നത് കലർപ്പില്ലാത്ത സമർപ്പണത്തിലും പങ്കുചേരലിലുമാണ്. നമ്മുടെ മെച്ചമായ ജീവിത സാഹചര്യങ്ങളെയും കഴിവുകളെയും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കുചേർക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.